ഹായ് കൂട്ടുകാരെ, ഇന്നലെ വൈകിട്ട് ഇവിടെ ഭഗവത് സേവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്കിടാൻ പറ്റില്ല, കാരണം ഞാനിവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് പോകും. എനിക്കിന്നലെ ഒരു വയ്യായിക പോലെ വന്നു. പ്രായമായില്ലേ അതിൻ്റെ. എനിക്ക് പ്രഷർ ഷുഗറൊക്കെ ലോ പോണ ഒരു സംഭവമുണ്ട്. അത് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. അപ്പം ഇന്നലെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നു. അത് വരണേക്ക് മുമ്പ് നമുക്കറിയാം, ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നും. അപ്പോഴത്തേനും പോയി ഒരു സോഡ സർബത്ത് എടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. പക്ഷേ ഇന്നലെ ഞാൻ ഓടി വരുമ്പോഴത്തേനും കടയിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് വിറയൽ വന്നു. ആ വിറയൽ വന്നു പോയാൽ പിന്നെ അത് മാറില്ല, എന്ത് കഴിച്ചാലും മാറില്ല. അങ്ങനെ വെള്ളവും കുടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാണ്ട്. അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നു. സെക്രട്ടറി വന്നു. അപ്പോൾ സെക്രട്ടറിനോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അതായത് ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞില്ല. കുറേ രാത്രിയായിട്ടും എനിക്ക് ആ ഒരു ഇത് മാറണം, വൈബ്രേഷൻ ഇങ്ങനെ വിറയലുണ്ടായിരുന്നത് മാറിയെങ്കിലും തലക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. തലയുടെ പുറകിലായിട്ടൊരു അസ്വസ്ഥതയുണ്ട്. അസ്വസ്ഥതയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് ഒരു വേദന, മരവിപ്പ് പോലെ അങ്ങനെ എന്തോ. കൂടുതൽ ഈ തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കുള്ളൂ. നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഈ തണുപ്പ് വരുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും. എല്ലാം ഇങ്ങനെ നമുക്ക് എഫക്റ്റ് ചെയ്യും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. തണുപ്പ് ഇതിൻ്റെ ഇതാകുമ്പോൾ, വെയിലാകുമ്പോഴത്തേനും അത് മാറുകയും ചെയ്യും. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ മരുന്നിന് പോണത്, മരുന്ന് കഴിക്കണത് അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമില്ല. എന്തിനാ വെറുതെ മരുന്ന് കഴിച്ച് നല്ല ചൂടുവെള്ളം, ചുക്ക് കാപ്പിയാ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുടിച്ച് അസുഖങ്ങളില്ലാത്ത മനുഷ്യർ തന്നെയല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അസുഖങ്ങൾ. അപ്പോൾ ഒരു ഇത് കഴിയുമ്പോൾ അങ്ങ് മാറും, തണുത്താനെ മാറും. ഇല്ല, ഇനിയിപ്പം ഇത്രയും പ്രായം വരെയൊക്കെ ജീവിച്ചിരുന്നില്ലേ. മരണപ്പെടേണ്ട ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയെങ്കിൽ ഈ ഭൂമിയുടെ ഭാരത്തിന് കുറയുള്ളൂ. ഒരാൾ മരണപ്പെടുമ്പോൾ 10 പേര് ജനിക്കണില്ലേ. ഇങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്നും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യണ കാര്യമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്നങ്ങനെ മരിച്ചു പോകുന്നു. പോട്ടെ, എനിക്കങ്ങനെ മരിക്കല്ലേ, എനിക്ക് ഇനി ജീവിക്കണം അങ്ങനെയൊക്കെ ഒന്നും എനിക്ക് ഒരു ഇതില്ല. ദൈവം എന്താ തരുന്നത് അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും തരുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പിന്നെ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സും ശരീരവും കൂടി ദൈവം തന്നെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. രാവിലെ വന്ന് ശോകമുഖം അടിക്കണമെന്ന് വിചാരിക്കല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ, എല്ലാവർക്കും നന്മ വയ്ക്കട്ടെ. ബൈ.